ചൂളിക്കാട് എന്ന സ്ഥലത്ത് കുഞ്ഞിലെ മുതൽ ഒന്നിച്ച് കളിച്ച് വളർന്ന 3 കൂട്ടുകാരായിരുന്നു ജിബിൻ, മനു, ലിജിത്ത്. ജിബിനും ലിജിത്തും കുറച്ച് സ്വാർത്ഥരായ കൂട്ടുകാരായിരുന്നു, തങ്ങളുടെ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവർ. എന്നാൽ ഇതിന് വിപരീതമായിരുന്നു മനു. തന്റെ കൂട്ടുകാർക്കും നാട്ടുകാർക്കും എന്താവശ്യമുണ്ടെങ്കിലും അവിടെയുണ്ട് മനു. നാട്ടിലുള്ള ആർക്കെങ്കിലും രക്തം വേണമെങ്കിലും വയ്യാതിരിക്കുന്നവരെ ആശുപത്രിയിൽ എത്തിക്കുന്ന കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെ കൊണ്ട് പറ്റുന്ന എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു മനു. അതുകൊണ്ട് തന്നെ നാട്ടിൽ മൊത്തം നല്ല അഭിപ്രായവും പേരുമാണ് മനുവിന്. ഇതറിയാവുന്നതുകൊണ്ട് ജിബിനും ലിജിത്തും എപ്പോഴും മനുവിന്റെ കൂടെയാണ് നടക്കുന്നത്. വേറൊരാളുടെ കീഴിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു മനുവിന്. അതുകൊണ്ട് തന്നെ സ്വന്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ആ ഇടയ്ക്ക് ജിബിന്റെയും ലിജിത്തിന്റെയും ഒരു കൂട്ടുകാരൻ സതീഷ് MC റോഡിൽ ഒരു തട്ടുകട നടത്തുകയായിരുന്നു. ദുബായിലോട്ടൊരു വർക്ക് വിസ വന്നതുകൊണ്ട് തന്റെ കട സതീഷ് കൊടുക്കാൻ വെച്ചേക്കുവാണെന്ന് ജിബിനും ലിജിത്തും അറിഞ്ഞു. ഒത്തിരി റോഡപകടം നടക്കുന്ന സ്ഥലത്താണ് ഈ തട്ടുകട ഇരിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് ജിബിനും ലിജിത്തും ഇത് മറച്ചു വെച്ച് കമ്മീഷൻ കിട്ടുമെന്നറിഞ്ഞ് ഈ കടയുടെ കാര്യം മനുവിനോട് പറഞ്ഞു. മനു നോക്കിയപ്പോൾ തന്റെ കൂട്ടുകാർക്കും ഒരു വരുമാന മാർഗമാണെന്ന് മനസ്സിലാക്കി തന്റെ കൂട്ടുകാരെ വിശ്വസിച്ച് വീട്ടിൽ പറഞ്ഞ ഒരു ബാങ്ക് ലോൺ എടുത്ത് ആ തട്ടുകട വാങ്ങിച്ചു. ആദ്യമൊക്കെ ജിബിനും ലിജിത്തും കടയിൽ കൂടെ സഹായിക്കാനൊക്കെ വരുമായിരുന്നു. പക്ഷെ പിന്നീട് അത് കുറഞ്ഞു. കടയിൽ വന്നിട്ട് കഴിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞങ്ങ് പോകും. മനു കൂട്ടുകാരോടുള്ള സ്നേഹം കാരണം അതൊന്നും കാര്യമാക്കിയില്ല. അങ്ങനെ ഒരു ദിവസം രാത്രി 9 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ അവർ 3 പേരും കടയിലുണ്ടായിരുന്നു. പെട്ടെന്ന് എതിർവശത്ത് നിന്നും ഒരു കാർ വളരെ വേഗത്തിൽ തങ്ങളുടെ കടയുടെ നേരെ ഓടിച്ചു കയറ്റി. അവർ 3 പേരും ഇത് നേരത്തെ കണ്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓടി മാറി. കാറിന്റെ അകത്ത് ജോസഫച്ചായ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ജോസഫച്ചായൻ ദുബായിൽ ഒരു കമ്പനി നടത്തുന്നു. തന്റെ അമ്മയ്ക്ക് സീരിയസ് ആണെന്ന് അറിഞ്ഞ് ഒരാഴ്ച ലീവ് എടുത്ത് നാട്ടിൽ വന്നതാണ്. ലീവ് കഴിഞ്ഞ് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് തിരിച്ചു പോകാൻ നിൽക്കുന്നു. ഇതിനിടയിൽ ലണ്ടനിലുള്ള സഹോദരി അമ്മയെ കണ്ടിട്ട് തിരിച്ചു പോകാൻ എയർപോർട്ടിൽ വരെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വരുന്ന വഴി ജോസഫച്ചായന് ക്ഷീണം കാരണം ഒന്ന് മയങ്ങിപ്പോയ സമയത്താണ് ഈ അപകടം. ഓടി മാറിയ ജിബിനും ലിജിത്തും ജോസഫച്ചായന്റെ നേരെ ചൂടാകാൻ തുടങ്ങി. അപകടത്തിൽ കൈ ചെന്ന് ഇടിച്ച് നല്ല വേദന ഉണ്ടായിരുന്നു ജോസഫച്ചായൻ. ഇത് കണ്ടിട്ട് മനു അവരെ രണ്ടുപേരെയും പിടിച്ചു മാറ്റി. എന്നിട്ട് ഒരു ആംബുലൻസ് വിളിച്ച് അതിൽ ജോസഫച്ചായനെ കയറ്റിവിട്ടു. അപകടത്തിൽ ജോസഫച്ചായന്റെ കൈ ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടു. ഇതിനിടയിൽ ജിബിനും ലിജിത്തും അപകട ദിവസം ജോസഫച്ചായന്റെ കയ്യിൽ നിന്നും വാങ്ങിച്ച മൊബൈൽ നമ്പറിൽ വിളിച്ച് കടയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെടുമായിരുന്നു. ജോസഫച്ചായന് വയ്യാത്തതുകൊണ്ട് ആ കോളൊക്കെ അച്ചായന്റെ ബന്ധുക്കളായിരുന്നു എടുത്തിരുന്നത്. ബന്ധുക്കൾക്ക് കൂടെ കൂടെ വിളിക്കുന്നതിൽ ദേഷ്യം തോന്നി. ജോസഫച്ചായൻ അറിയാതെ അവരുടെ സ്വാധീനം കാരണം ഒരു പോലീസ് കേസ് കൊടുത്തു. കട മനുവിന്റെ പേരിലായതുകൊണ്ട് തന്നെ കേസ് മനുവിന്റെ പേരിലായിരുന്നു. അന്വേഷണത്തിൽ കടയ്ക്ക് ലൈസൻസ് പോലും ഇല്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഇരുന്ന സമയത്ത് ജോസഫച്ചായന്റെ അമ്മ മരിച്ചു. മരിക്കുന്ന സമയം അച്ചായൻ അടുത്തുണ്ടായിരുന്നു. അമ്മ അവസാനം അച്ചായനോടായിട്ട്, മോനെ, എൻ്റെ സമയം കഴിയാറായി. മക്കൾ കൂടെ ഉണ്ടാകണമെന്ന് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. മോൻ ഇവിടെ ഉണ്ടല്ലോ, സന്തോഷം. എനിക്ക് ഇച്ചിരി വെള്ളം വേണം. ഇത് കേട്ടതും ജോസഫച്ചായൻ ഒരു ഗ്ലാസ്സിൽ നിന്നും ഒരു സ്പൂണിൽ കുറച്ച് വെള്ളം എടുത്ത് അമ്മയ്ക്ക് കൊടുത്തു. അത് മുഴുവൻ ഇറക്കുന്നതിന് മുന്നേ അമ്മയുടെ ജീവൻ ശരീരത്തിൽ നിന്നും പോയിരുന്നു. തിരക്കുകളെല്ലാം മാറി. അവസാന സമയം തന്റെ അമ്മയുടെ അടുത്ത് ഉണ്ടാകാൻ കാരണമായ അപകടം അച്ചായൻ ഓർത്തു. അങ്ങനെ മനുവിന്റെ കാര്യവും അവന്റെ കൂട്ടുകാരവനെ പറ്റിച്ച കാര്യവും എല്ലാം അറിഞ്ഞു. അച്ചായൻ പെട്ടെന്ന് തന്നെ പോലീസിൽ കൊടുത്ത കേസ് പിൻവലിച്ചു. മനുവിന് ദുബായിൽ തന്റെ കപ്പൽ നിർമ്മാണ കമ്പനിയിൽ ഒരു സൂപ്പർവൈസറായി ജോലി കൊടുത്തു. തന്നെ പറ്റിച്ച കൂട്ടുകാരോട് മനുവിന് ദേഷ്യമൊന്നുമില്ല. മറിച്ച് അവർക്ക് ചെറിയ ചെറിയ സഹായങ്ങൾ മനു ചെയ്തു കൊടുത്ത് അവരുടെ എല്ലാം ജീവിതങ്ങൾ മുന്നോട്ട് പോകുന്നു. നിങ്ങൾ നിങ്ങളുടെ വാഹനങ്ങൾ ഓടിക്കുന്നതിൽ ഒരു എക്സ്പേർട്ടാണ്. പക്ഷെ ചില സമയങ്ങളിൽ ഒരു സഹായം എപ്പോഴും നല്ലതായിരിക്കും. പ്രത്യേകിച്ച് നിങ്ങളുടെ യാത്രകളിൽ കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്താൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ടീമാണ് വീട്രോപ്പി. ഉത്തരവാദിത്തമുള്ള വിശ്വസ്തരായ ഡ്രൈവേഴ്സ് നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമാണെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നിങ്ങളുടെ കർമ്മത്തിൽ വിശ്വസിച്ച് ചെയ്യുക. ബാക്കിയെല്ലാം നിങ്ങളിൽ വന്നെത്തുക തന്നെ ചെയ്യും എന്നത് യാദൃശ്ചികമല്ല, നിശ്ചയം. We drop you where real companionship begins. Hasta la vista.